ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആണല്ലോ നമ്മുടെ അനുമോളും ജിഷിനും. ഈ രണ്ട് പേരിൽ ഒരാളിനെ മാറ്റണം, ചേഞ്ച് ചെയ്യണം എന്ന് അവിടെ പറഞ്ഞു. ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് പിന്നെ ഇവരിൽ ഒരാളിനെ ചൂസ് ചെയ്തത് ജിഷിനെ ആയിരുന്നു. ജിഷിന് പകരമായിട്ട് അവിടെ എടുത്തത് സാബമാനെ ആയിരുന്നു എടുത്തത്. അതേമാതിരി നമ്മുടെ ഓറഞ്ച് കമ്പനിയുടെ ഓണർ നെവിനായിരുന്നല്ലോ. ആ നെവിൻ കാര്യമായിട്ട് റെസ്പോൺസിബിലിറ്റി ഒന്നും അവിടെ കാര്യം ഒന്നും ചെയ്യാത്തത് കൊണ്ട് നെവിനെ വന്നിട്ട് അവിടെ നിന്ന് മാറ്റി. എല്ലാവരും ചേർന്നിട്ട് നെവിനെ മാറ്റി. നെവിന് പകരം നമ്മുടെ ഷാനവാസായിരുന്നു ആ കമ്പനിൻ്റെ ഓണറായിട്ട് തിരഞ്ഞെടുത്തത്. അതേമാതിരി ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയിരുന്നല്ലോ ഇവർക്ക്, ഈ ജിഷിനും നമ്മുടെ നെവിനും. ഇവരൊന്നും നേരെ ചെയ്യാത്തതുകൊണ്ട് റിജക്റ്റ് ചെയ്തല്ലോ ഇവരിനെ. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ജയിലിലേക്ക് മാറ്റി. ഇവർ രണ്ടുപേരും ഒന്നും പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ജയിലിലേക്ക് ഇവരെ മാറ്റി. പിന്നെ പുതിയൊരു മാംഗോ കമ്പനി തുടങ്ങി. അതിൻ്റെ ഓണർ ആര്യനായിരുന്നു. ഇപ്പോൾ 3 കമ്പനിയുണ്ട്. ഒന്ന് ലെമൺ കമ്പനി, ഒന്ന് ഓറഞ്ച്, ഒന്ന് മാംഗോ. അപ്പോൾ ഈ ഇതിൽ ലെമണിൽ അനീഷ് തന്നെയാണ്, ഓറഞ്ചിൽ ഷാനവാസും, ഇതിൽ പുതിയതായിട്ട് ആര്യനുമാണല്ലോ ഉണ്ടായിരുന്നത്. ഇവർക്ക് വന്നിട്ട് വലിയ ബോട്ടിൽ 5 കുറേ ചെറിയ ബോട്ടിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലിന്, വലിയ ബോട്ടിലില്ലേ, അതിൽ ഒരു ബോട്ടിലിന് ഉള്ള മൂല്യം വന്നിട്ട് 5 കോയിനായിരുന്നു. അതുപോലെ ചെറിയ ബോട്ടിലിൻ്റെ മൂല്യം 1 കോയിനാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും കൂടി ചേർന്നിട്ട് നിങ്ങൾ കളഞ്ഞ് കുടിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷില്ലേ, അനീഷിൻ്റെ ഒരു ബോട്ടിലിൽ എന്താണ് നമ്മൾ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ വന്നിട്ട് മുടി കണ്ടു അത്ര. അപ്പോൾ ഒരു മുടി ചെറുതായി കണ്ടപ്പോൾ കംപ്ലീറ്റും റിജക്റ്റ് ചെയ്തു. അപ്പോൾ അനീഷിൻ്റെ പക്ഷേ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു, ബോട്ടിലെല്ലാം അളവ് കറക്റ്റായിരുന്നു, ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ ഒരു മുടി കണ്ടാലേ പോയില്ലേ, കംപ്ലീറ്റും പോയല്ലോ. അപ്പോൾ ഇൻസ്പെക്ടേഴ്സ് കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്തു. അനീഷിന് സങ്കടമായി. അപ്പോൾ അനീഷ് പറഞ്ഞു, എൻ്റെ ഈ ഒരു ബോട്ടിലിനെ മാത്രം നിങ്ങൾ റിജക്റ്റ് ചെയ്യൂ, ബാക്കിയെല്ലാം ഇതിന് മാർക്ക് പോയിന്റ്സ് ഇടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സമ്മതിച്ചില്ല. അതെങ്ങനെയാണ്, കംപ്ലീറ്റ് ഹൈജീനിക് ഇല്ലാണ്ടായില്ലോ, അത് കാരണം കൊണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക? അതുകൊണ്ട് ഒരിക്കലും ഇത് എടുക്കാൻ പറ്റില്ല, ഈ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അനീഷ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു, അവർ സമ്മതിച്ചില്ല. അനീഷിനും കൂടെ ദേഷ്യം കൂടെ വന്നു. കംപ്ലീറ്റ് ബോട്ടിലിനെ എടുത്തിങ്ങോട്ട് താഴെ വീശി അതിനെയൊക്കെ പിടിച്ച് ചവിട്ടി നശിക്കി എല്ലാം ചെയ്തു അനീഷ്. പക്ഷെ അനീഷ് ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. അവന് ഒരുപാട് ദേഷ്യം അങ്ങോട്ട് വന്നു. അത് കാരണം കൂടെ അങ്ങനെയൊക്കെ താഴെ അങ്ങോട്ട് പുറത്ത് വീശിയൊക്കെ ചവിട്ടി കളഞ്ഞ് എല്ലാം ചെയ്തു. അത് അപ്പം എല്ലാവർക്കും കൂടിയിട്ട് അങ്ങോട്ട് ഇതെന്തെങ്കിലും അനീഷ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനീഷിന് കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 1 കോയിനെങ്കിലും അനീഷിന് കിട്ടുമായിരുന്നു. മുടി ചിലപ്പോൾ അതിൽ പെടുന്നത് നമുക്ക് ആർക്കും അത് അറിയാൻ പറ്റില്ലല്ലോ, അതെങ്ങനെ പെട്ടതെന്ന് പോലും അറിയില്ല. ചെറിയൊരു മുടിയാണ് അത്ര അതിലുണ്ടായിരുന്നത്. പക്ഷേ ഈ വെള്ളത്തിൽ കലക്കം അനീഷ് കണ്ടിട്ടുമില്ല. കണ്ടതാണെങ്കിൽ എന്തായാലും അനീഷ് മാറ്റാണ്ടിരിക്കില്ലല്ലോ. അതായത് അനീഷിന് ഭയങ്കര സങ്കടമായി. പിന്നെ ലക്ഷ്മി പോയിട്ട് അനീഷിനോട് ഇരുന്ന് സംസാരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇത്രത്തോളം ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല, നമ്മളിതൊക്കെ ഒരു ഫുഡല്ലേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി പോയിട്ട് അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പക്ഷെ അനീഷ് ഇതിനൊന്നും ഒരു ആൻസറും പറയുന്നില്ല, മുണ്ടാണ്ട് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ലക്ഷ്മി പറയുമ്പോൾ അതിനൊരു റെസ്പോൺസേ ചെയ്യാത്ത പോലെ അങ്ങോട്ട് മുണ്ടാണ്ടിരിക്കുന്നുണ്ട്. ആ ദേഷ്യം ഇനിയും മാറിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ 100 ഉണ്ടല്ലോ, 100 വന്നിട്ട് അവിടെ പോയി എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് നോണ്ടി വിട്ടാക്കും. അതിന് ആദ്യം പോയിട്ട് ഭയങ്കര സപ്പോർട്ടും. 100 പോയി നമ്മുടെ അനീഷിൻ്റെ ഇതിൽ പോയിട്ട് ടേബിളിൽ പോയി ബോട്ടിലിനെയൊക്കെ കുറച്ച് ഇങ്ങനെ ഇതാക്കി വെള്ളത്തിനെയൊക്കെ തെളിച്ച് വിട്ടതും അതിൽ പോയിട്ട് അതിൻ്റെ മേലെ പോയി ഇരിക്കണം. എന്ത് തന്നെയാണെങ്കിലും ഒരു കമ്പനിൻ്റെ മേലെ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അതിന് അന്വേഷണം ഭയങ്കര ദേഷ്യം വന്നു. പിന്നെ ഉണ്ട് ബോട്ടിലെ പിടിച്ച് തട്ടിവിടുന്നു, വെള്ളത്തിന് മുഴുവൻ ഒഴിക്കുന്നു, അവിടെ കടന്ന് ഭയങ്കര സീനായി മാറുന്നു. ഈ 100 എല്ലാത്തിനും കൂടുന്നുണ്ട്, എല്ലാ കാര്യത്തിനും 100ക്കും ആതിര ഭയങ്കരമായി കൂടുന്നുണ്ട്. അതിൽ വെറുതെ പോയിട്ട് നമ്മുടെ അനീഷിനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അനീഷ് ആവുന്നതും ഒന്നും മിണ്ടില്ല. ഇതേമാതിരി അക്ബറിനെയും മറ്റാരെയും ടീമിലെ ആരെയും ഒന്നും പോയിട്ട് അതിൽ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്ത് അനീഷ് പറഞ്ഞാലും അതിന് എടുക്കാൻ മുടക്കാന്നൊരു വാക്കും ഞാൻ ഇത് ചെയ്യില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇതാക്കില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കുക. വെറുതെ കുറുമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോരുന്നിനും അനീഷിനെ കൊണ്ടുപോയിട്ട് ഓരോരുന്നിനും ഇതാക്കിക്കൊണ്ടേ ഇരിക്കണം ആദില. അതെന്താ ആദില ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അനീഷിനെ തീരെ പേടിയില്ലാത്തതുകൊണ്ടായിരിക്കും അതിലിങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്. ഒരുപാട് കാണിക്കുമ്പോൾ അത് ഇത്രയും വെളിയിൽ വന്നിട്ട് ഭയങ്കര പോയിന്റ്സ് കമ്മിയാവുണ്ടെന്ന് ആദിലയ്ക്ക് മനസ്സിലാവില്ല തോന്നുന്നു. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന എപ്പിസോഡ്. എല്ലാവരും മറക്കാണ്ട് ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.